കമലഹാസൻ തകർത്തെന്ന് പറയാം. ഉഗ്ര മൂവിയാണ്. ആക്ഷൻ ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്. സിനി ഫൈൽസ് മൊത്തം ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സംഗമം. യെസ് ഗൈസ്, ഡയറക്റ്റഡ് ബൈ മണിരത്നം, സ്റ്റാറിംഗ് ആൻഡ് സ്റ്റോറി ബൈ കമൽ ഹാസൻ, മ്യൂസിക് ബൈ എ.ആർ. റഹ്മാൻ. തഗ് ലൈഫ്. ശക്തിവേൽ എന്ന് പറഞ്ഞ അതിഭയങ്കരനായ ഒരു അധോലോക നായകന്റെ കഥാന കഥ. ഇങ്ങനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാളുടെ വായിൽ കയറിയിരുന്ന് വെടിവെച്ചാലും ഇയാൾ ചാവൂല. കാരണം യമനും ഇവനും കട്ട ഫ്രണ്ട്സ് ആണ്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ശക്തിവേലനും ബാബുരാജും കൂടിയുള്ള ഒരു ഷൂട്ടൌട്ടിൽ ഒരു പത്രം ഇടുന്ന ആള് ചരമകോളത്തിൽ കയറുന്നിടത്താണ്. അപ്പൊ അത് കണ്ട് പാവം തോന്നിയ ശക്തിവേലൻ ആ ചെങ്ങായുടെ മോനെ അവിടുന്ന് എടുത്ത് സ്വന്തം സ്റ്റെപ്സൺ പോലെ വളർത്താൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവനെ കൊണ്ടുപോയപ്പോൾ ആ ചെറുക്കന്റെ പെങ്ങൾ ചന്ദ്ര അവിടെ വെച്ച് മിസ്സിംഗ് ആവും. അപ്പോൾ ആ ചെറുക്കൻ ശക്തിവേലനോട് പറയും, എന്റെ പെങ്ങള് ചന്ദ്രയെ കണ്ടുപിടിച്ച് താടാ എന്ന്. അതോടെ ശക്തിവേലൻ അവന്റെ പെങ്ങളെ അന്വേഷിച്ച് ആ നാട്ടിലെ എല്ലാ സ്പായിലും കയറി ഇറങ്ങി ക്ഷീണിക്കുകയാണ്. എടാ, ഒരാൾ മിസ്സായാൽ ആരെങ്കിലും വിട്ട് പോലീസ് സ്റ്റേഷനിലോ പോസ്റ്റർ അടിച്ചിട്ടോ അന്വേഷിക്കേ, അല്ലാതെ അതൊരു റീസൺ ആക്കി നാട്ടിലുള്ള എല്ലാ സ്പായിലും കയറി ഇറങ്ങാൻ നിക്കല്ലേ. അവസാനം ഈ ചന്ദ്രയെ അന്വേഷിച്ച് മൂപ്പർക്ക് ചന്ദ്രയെ കിട്ടൂല, പകരം ഇന്ദ്രയെ കിട്ടും. ഇന്ദ്രയെ കണ്ടതോട് കൂടി താത്തയുടെ കൺട്രോൾ മൊത്തം പോകും. എന്നിട്ട് അങ്ങേര് ഇന്ദ്രയെ സ്പായിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് ഒരു ചിന്ന വീട് നടത്തും. എടാ, വീട്ടിൽ നല്ലൊരു ഭാര്യ ഉണ്ടായിട്ടാണ് ഈ കാമത്തവള ഈ പരിപാടിക്ക് നിൽക്കുന്നത്. ആൻഡ് ഈ കിളവൻ അവരോട് പറഞ്ഞിരിക്കുന്നത് ഇതെനിക്ക് ഷുഗറും പ്രഷറും ഒക്കെ പോലെയുള്ള ഒരു രോഗമാണെന്നാണ്. സോ ഗൈസ്, അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ആ കൊച്ചേർക്കം വളർന്നു വലുതായി ചിമ്പുവായി നമ്മുടെ താത്തയുടെ വലം കൈയായി നടക്കുകയാവും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കൊലക്കേസിൽപ്പെട്ട് നമ്മുടെ താത്തയ്ക്ക് ജയിലിൽ പോകേണ്ടി വരുന്നത്. സോ താത്ത ജയിലിൽ പോണതിന് മുന്നേ തന്റെ അധോലോകത്തിന്റെ ചുമതല മൊത്തം ചിമ്പുവണ്ണന് കൊടുത്തിട്ടായിരിക്കും ജയിലിൽ പോവുക. അപ്പൊ ഈ ജയിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ജയിലർ സിനിമയിലെ ജയില് പോലൊരു ജയിലായിരിക്കുമെന്ന്. പക്ഷെ അല്ല ഗൈസ്, ഈ ജയിലിൽ ശക്തിവേലന് സ്വന്തമായ ഒരു മുറിയുണ്ട്. മാത്രമല്ല മൂപ്പരുടെ ചക്രവാദിക്ക് മരുന്ന് പോലെ ഇന്ദ്രാണി ഇടയ്ക്കിടയ്ക്ക് ആ ജയിലിൽ വന്ന് നമ്മുടെ താത്തയെ മൂടാക്കി പോകും. ഇതൊന്നും പോരഞ്ഞിട്ട് ബോറടിച്ചിരിക്കുന്ന സമയത്ത് താത്തയ്ക്ക് ജയിലിൽ ഇരുന്ന് കാണാൻ വേണ്ടി ഇടയ്ക്ക് ഓരോ വീഡിയോസും ഇന്ദ്രാണി അയച്ചു കൊടുക്കും. അങ്ങനെ താത്ത അവിടെ താഴ്ത്താതെ നിൽക്കുന്ന സമയത്താണ് അങ്ങ് പുറത്തൊരു വൻ ചതി നടക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ താത്ത സ്വന്തം മോനെ പോലെ വളർത്തിയ ചിമ്പുവണ്ണൻ തന്റെ ഡാഡിയെ കൊന്നതിന് പ്രതികാരം തീർക്കാൻ വേണ്ടി നമ്മുടെ താത്ത ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ തട്ടിക്കളയാൻ വേണ്ടി അവന്റെ ടീംസിനൊപ്പം ഇരുന്ന് പ്ലാൻ ആക്കുകയാണ്. അങ്ങനെ ആ ദിവസം വന്നെത്തി താത്ത ജയിലിൽ നിന്ന് റിലീസ് ആവുകയാണ്. അപ്പൊ ചിമ്പുവണ്ണൻ താത്തയെ തട്ടാൻ വേണ്ടി വീട്ടിൽ വൻ സെറ്റപ്പ് ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഉണ്ടടാ കാമത്തവള, ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയത് ആരോടും പറയണ്ട, ഞാൻ ചിന്ന വീട്ടിലേക്ക് പോവാണെന്നും പറഞ്ഞ് ഇന്ദ്രാണിയുടെ അടുത്ത് പോകുന്നു. പിന്നെ എന്താ ഉണ്ടാവെന്ന് പറയണ്ടല്ലോ. ആര് പകല് ആര് രാത്രി ഡമാ ഡുമീർന്ന് പാത്രം ഉരുളുത്, ബുസ് ബുസ്ന്ന് മൂച്ചി ചത്ത. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ താത്ത ഒരു ദിവസം കാറിൽ പോകുമ്പോൾ ചിമ്പുവണ്ണൻ കുറച്ച് ഗുണ്ടകളെ വിട്ട് അങ്ങനെ വെടിവെച്ച് കൊല്ലാൻ നോക്കും. ബട്ട് ഗൈസ്, ആ ശ്രമം പരാജയമാവും. കാരണം യമനും ഇവനും ഫ്രണ്ട്സ് ആണല്ലോ. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ കൊല്ലാൻ പറ്റാത്ത ഭ്രാന്ത് പിടിച്ച ചിമ്പുവണ്ണൻ അടുത്ത പരിപാടി പ്ലാൻ ആക്കുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഈ താത്തേനെ ഒരു മഞ്ഞുമലയുടെ മേലെ കൊണ്ടുപോയി തള്ളിയിടണം. സോ അതിനുവേണ്ടി ചിമ്പുവണ്ണൻ നമ്മുടെ താത്തേനെ ഒരു മഞ്ഞുമലയുടെ മേലെ കൊണ്ടുപോകും. എന്നിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറക്കിപ്പിച്ച് മൂത്രം ഒഴിക്കുന്ന സമയത്ത് കാലി വാരി നിലത്തെറിയും. യെസ് ഗൈസ്, കാമത്താത്ത തട്ടിപ്പോയി. അതോടെ താത്തയുടെ അധോലോകത്തിന്റെ ഭരണം മൊത്തം നമ്മുടെ ചിമ്പുവണ്ണന്റെ കയ്യിലാവും. താത്തയുടെ അധോലോകം മാത്രമല്ല, സ്വന്തം സ്റ്റെപ്സൺ പോലെ വളർത്തിയ താത്തയുടെ സ്റ്റെപ്പ് വൈഫ് ഇന്ദ്രാണിനെ വരെ ചിമ്പുവണ്ണൻ എടുക്കും. എന്റെ പൊന്ന് കമൽ സാർ, നിങ്ങൾ ഇത് വേറെ ഏതെങ്കിലും സിനിമ കണ്ട് ഇൻസ്പയർ ആയി എഴുതിയതാണോ? ഇനിയും ഇതുപോലത്തെ 400 കഥകളും കൂടി ഉണ്ടത്രേ കമൽ സാറിന്റെ ഐപാഡിൽ. നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ ഇതുപോലൊരു ഐപാഡുള്ള കൂട്ടുകാരൻ. സോ ഗൈസ്, അങ്ങനെ സിമ്പുവണ്ണൻ ബിസിനസ് ഒക്കെ നോക്കി ഇന്ദ്രാണിയുടെ ഒപ്പം സുഖിച്ച് ജീവിക്കുകയാവും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ് നടക്കുന്നത്. നാട്ടിൽ കുറെ ആൾക്കാര് നമ്മുടെ താത്തയുടെ പ്രേതത്തെ കണ്ടത്രേ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കാമത്താത്ത ശരിക്കും തട്ടിപ്പോയിട്ടില്ല. അങ്ങേര മഞ്ഞുമലയുടെ മേലേന്ന് വീണതും മൂട്ടിലെ മഞ്ഞ് തട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. കാരണം യമനും ഇവനും ഫ്രണ്ട്സ് ആണല്ലോ. എന്നിട്ട് നമ്മുടെ താത്ത അവിവേകത്തിലെ ഐത്തണനെ പോലെ ആ കട്ട മഞ്ഞത്ത് ഏതൊരു ഗുഹയ്ക്കകത്ത് തീയും കൂട്ടി സർവൈവ് ആവുകയാണ്. അങ്ങനെ ഈ അപരാധമൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച് ഈ തന്തപ്പിടിയെ എങ്ങനെങ്കിലും കൊല്ലണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ആ മഞ്ഞുമല കുറച്ച് മഞ്ഞിടിപ്പിച്ച് നമ്മുടെ താത്തയെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്.
ബട്ട് ഗൈസ്, ആ മഞ്ഞ മല പോലും താത്തയുടെ മുന്നിൽ തോറ്റു പോവുകയാണ്. കാരണം യമനും ഇവനും ഫ്രണ്ട്സ് ആണല്ലോ. സംഗതി ആകെ അൽക്കുൽത്തായോ. അങ്ങനെ അവസാനം ആ മഞ്ഞിൽ ഒലിച്ചൊലിച്ച് നമ്മുടെ താത്ത കൊക്കയിൽ നിന്നും വീഴുന്നവരെ രക്ഷിക്കാൻ അടിവാരത്ത് കാത്തു നിൽക്കുന്ന മൂപ്പന്റെ വീട്ടിന്റെ മുറ്റത്ത് പോയി വീഴുകയാണ്. ഭൂമിയിൽ നടന്ന അപകടം ചിത്രവൃത്തം കണ്ടില്ലല്ലോ. അത് കണ്ട ഞാനല്ല ഏതൊരു വ്യക്തി വിചാരിക്കും ഇവൻ ക്ലോസ് ആയെന്ന്. നമ്മുടെ താത്തയെ കിട്ടിയതും ആ മൂപ്പൻ താത്തയെ എടുത്ത് ഒരു 2 വർഷം കുങ്ഫു പഠിപ്പിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ താത്തയ്ക്ക് കുങ്ഫു ഒക്കെ ഒന്ന് സെറ്റായതും ആ മൂപ്പൻ നമ്മുടെ താത്തയെ ഒരു ട്രെയിൻ കയറ്റി ചിമ്പുവിനോടുള്ള പ്രതികാരം വിട്ടാൻ വേണ്ടി നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ്. അങ്ങനെ നാട്ടിലെത്തിയതും താത്ത ഒരു പ്രേതത്തെ പോലെ വന്ന് ചിമ്പുവിന്റെ ടീമിലുള്ള ആൾക്കാരെയൊക്കെ കൊല്ലാൻ തുടങ്ങുകയാണ്. സോ ഗൈസ്, അങ്ങനെ മഞ്ഞു മലയിൽ മരവിച്ച് ജീവിച്ച് തിരിച്ച് നാട്ടിലെത്തിയ നമ്മുടെ കാമത്താത്ത ആദ്യം തന്നെ തന്റെ ഭാര്യയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അതറിയുന്നത് താത്തയുടെ വൈഫിന് ഒരു ആക്സിഡന്റിൽ പെട്ട് ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല. അതറിഞ്ഞതും ആകെ സങ്കടപ്പെടുകയാണ് നമ്മുടെ താത്ത. എന്നിട്ട് ആ മരവിപ്പൊന്ന് മാറ്റാൻ വേണ്ടി നമ്മുടെ താത്ത നേരെ ഇന്ദ്രാണിയുടെ അടുത്ത് പോകും. അങ്ങനെ താത്ത ഇന്ദ്രാണിയുടെ അടുത്ത് എത്തിയപ്പോഴതാ ഇന്ദ്രാണി ആണെങ്കിൽ ഇപ്പോൾ ചിമ്പുവണ്ണന്റെ കൂടെയും എന്തോ ചെയ്യുമെന്ന് പറ. അങ്ങനെ ഈ മരവിപ്പൊന്നും മാറ്റാൻ പറ്റാതെ ആകെ ഭ്രാന്ത് പിടിച്ച താത്ത ഇന്ദ്രാണി അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കഫേയിലിരുന്ന് കയ്യും കാലും കാണിച്ച് വശീകരിച്ചെടുക്കാൻ നോക്കുകയാണ്. ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ? ആ സമയത്താണ് അത് നടക്കുന്നത്. ഇന്ദ്രാണി നിൽക്കുന്ന ചിമ്പുവണ്ണന്റെ വീട് മൂപ്പരുടെ ശത്രുക്കൾ വന്ന് ബോംബ് വെച്ച് പൊട്ടിക്കും. ആ ബ്ലാസ്റ്റിൽ നമ്മുടെ ഇന്ദ്രാണി പടമാവും. അതോടെ മരവിപ്പ് മാറ്റാൻ പറ്റാത്ത സങ്കടത്തിൽ താത്ത ഇന്ദ്രാണിയുടെ ബോഡി ഒന്ന് കാണാൻ വേണ്ടി ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ അത് ഒരു വലിയ സ്ലാബ് ഇളകി താത്തയുടെ മുതുകത്ത് വീഴുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതോടെ താത്തയും പടമായി ഇന്ദ്രാണിയുടെ ഒപ്പം പോയിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ഇല്ല ഗൈസ്, കാരണം അങ്ങനെ അവിടുന്ന് നമ്മുടെ താത്തേനെ ഒരു പോലീസുകാരൻ എടുത്തുകൊണ്ടുപോയി അയാളുടെ ഡോക്ടറായ ഭാര്യനെ കൊണ്ട് ചികിത്സിപ്പിക്കുകയാവും. അങ്ങനെ അവരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴാണ് താത്തയ്ക്ക് അത് മനസ്സിലാവുക. അതെന്താന്ന് വെച്ചാൽ ചിമ്പുവണ്ണന്റെ പെങ്ങൾ ചന്ദ്രയ്ക്ക് വേണ്ടി അന്വേഷിക്കേണ്ടിയിരുന്നത് സ്പാകളിലല്ലായിരുന്നു, പകരം ഇവിടെ ആയിരുന്നെന്ന്. യെസ് ഗൈസ്, ഷീ ഈസ് ചിമ്പുവണ്ണന്റെ കാണാതെ പോയ സിസ്റ്റർ ചന്ദ്ര. അതറിഞ്ഞതോടെ താത്ത ഉടനെ തന്നെ നമ്മുടെ ചിമ്പുവണ്ണനെ വിളിച്ച് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ പറയുകയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ചിമ്പുവണ്ണന് ചന്ദ്രയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. ബട്ട് അല്ല ഗൈസ്, ചിമ്പുവണ്ണൻ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നത് നമ്മുടെ താത്ത സ്വന്തം മോനെ പോലെ വളർത്തിയ നീ എന്നെ കൊല്ലാൻ നോക്കുമല്ലടാ നായിന്റെ മോനെ എന്നും പറഞ്ഞ് താത്തയുടെ കുങ്ഫൊക്കെ വെച്ച് ചിമ്പുവണ്ണൻ ഇടിച്ച് റൊട്ടിയാക്കും. എന്നിട്ട് അങ്ങനെ അടിച്ചടിച്ച് ചിമ്പുവണ്ണൻ ചാവാൻ നേരം നമ്മുടെ താത്ത ആ ചന്ദ്രനെ കൊണ്ടുവന്ന് പറയും, ഇതാ മോനെ നിന്റെ പെങ്ങൾ ചന്ദ്ര എന്ന്. അങ്ങനെ ലാസ്റ്റ് ആ പെങ്ങളെ കണ്ടതും ചിമ്പുവണ്ണൻ വടിയാവും. അവസാനം താത്ത ഈ അധോലോക പരിപാടിയൊക്കെ നിർത്തി നന്മയുടെ പാതയിൽ ഒരു കൃഷിക്കാരനായി ജീവിക്കാൻ തുടങ്ങും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈ ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ റേ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.